ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ഓവനൊന്നും യൂസ് ചെയ്യാതെ ഫ്രൈങ് പാൻ ഉപയോഗിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഓവൻ ഇല്ലാത്തവർക്കും ഇത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറിയ പീസായിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. ആദ്യമേ തന്നെ പിസയിൽ ചേർക്കാനുള്ള ചിക്കൻ പീസസ് മസാല പുരട്ടി വയ്ക്കാം. അതിനായിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പസമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈങ് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. ഒരു വശം റെഡിയായി വരുമ്പോൾ അത് മറിച്ചിട്ട് കൊടുത്ത് 2 വശവും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ പീസസ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി വേറൊരു ഫ്രൈങ് പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കാം. അത് ഫ്രൈങ് പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് വരത്തക്ക രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മൂടി വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഈ ഫ്രൈങ് പാനിൽ തന്നെ കുറച്ച് ബട്ടർ കൂടി ചേർത്തിട്ട് മറുവശവും കൂടി കുക്ക് ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും ഒണിയനും ക്യാപ്സിക്കവും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് നിരത്തി കൊടുക്കുക മേളിൽ. ഇനി മോസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചീസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അളവ് നോക്കി ചേർത്ത് കൊടുക്കുക. ഇനി മേളിൽ കുറച്ച് ഒറിഗാനോവും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ 10 മിനിറ്റ് കൂടി വെക്കുക.
ചിക്കൻ പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.